ഞാൻ നെറ്റിയിൽ കൈ വെച്ചോട്ടെ, കയ്യുമ്മ തൊട്ടോട്ടെ, കാലുമ്മ തൊട്ടോട്ടെ, ഇതെല്ലാം ചോദിച്ച് അനുവാദം വാങ്ങിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ കാണിച്ചു 100% കോപ്പറേഷൻ എനിക്ക് ആവശ്യമാണ്. നിങ്ങളുടെ സമ്മതം വേണം, നിങ്ങളുടെ കോപ്പറേഷൻ വേണം. അതല്ലെങ്കിൽ എനിക്ക് നിങ്ങൾ ഹിപ്നോസിസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാൻ സമയം കിട്ടില്ല. ഫുൾ ടൈം അവിടെ ആയിരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ രഹസ്യങ്ങൾ മുഴുവൻ മുറ്റിയെടുക്കും. അവരുടെ മുന്നിൽ എന്ത് രഹസ്യം എനിക്ക് അറിയേണ്ടതെന്നേ. മനസ്സിന്റെ ശക്തി ശരിയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലോട്ട് പോസിറ്റീവ് കാര്യങ്ങൾ വരുമെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ഇന്ന് നമ്മളോടൊപ്പം ഹിപ്നോ തെറാപ്പിസ്റ്റും സിൽവ മെഡിറ്റേഷൻ ട്രെയിനറുമായിട്ടുള്ള വേണു മേനോൻ സാറാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ സാർ നമസ്കാരം. ഹിപ്നോ തെറാപ്പിയിലൂടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റാൻ പറ്റുന്നത്? ഹിപ്നോ തെറാപ്പി കൂടെ നോക്കൂ, ആദ്യം നമ്മൾ 2 ടൈപ്പായിട്ട് നമ്മൾ ഇതിനെ എടുക്കാം. അസുഖങ്ങളെടുക്കാം, മാനസിക രോഗങ്ങളെടുക്കാം. അതിൽ രണ്ടാമത്തെ വിഭാഗത്തിൽ വരുന്നതാണ് നമ്മൾ ന്യൂറോസിസ് എന്ന് പറയുന്നത്. മറ്റത് സൈക്കോസിസ് എന്ന് പറയും. സൈക്കോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബുദ്ധിയെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അതാണ് വലിയ വലിയ മാനസിക രോഗങ്ങൾ. അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പോൾ സ്കിസോഫ്രീനിയ, പാരനോയിഡ് ഈസോഫ്രീനിയ, ബോർഡർ ലൈൻ പാരനോർമാലിറ്റി, ഇങ്ങനത്തെ ഒന്നും നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. കാരണം അതൊക്കെ മെഡിസിൻ വേണ്ട കാര്യങ്ങളാണ്. അതേ സമയത്ത് നമുക്ക് ഈ ന്യൂറോസിസ് എന്ന് പറയുന്ന ഇതിൽ വരുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ലൈറ്റായിട്ടുള്ള ഓരോ മാനസിക രോഗങ്ങൾ. ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിടക്കയിൽ മൂത്രമൊഴിക്കുക. നിങ്ങൾ കേട്ട് പോലും കാണില്ല, വലിയ വലിയ ആൾക്കാർ 55 കൊച്ചിനല്ല കുട്ടികളുടെ ഒക്കെ 55 വയസ്സുള്ള ഒരു പേഷ്യൻ്റ് ഉണ്ട് എനിക്ക്, കിടക്കയിൽ മൂത്രമൊഴിക്കണം. ഫോബിയ, നിങ്ങൾക്ക് പല പല കാര്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് പേടിയുണ്ടാവും. ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് പാമ്പെന്ന് നിങ്ങൾ പേപ്പറിൽ എഴുതി കാണിച്ചാൽ മതിയായിരുന്നു, എനിക്ക് പേടിയായിരുന്നു. പിന്നെ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ആഫ്രിക്കൻ കാട്ടിലേക്ക് കയറി ഇറങ്ങിയപ്പോൾ പാമ്പ് എന്നുള്ളത് അവിടെ സ്പിറ്റിംഗ് കോബ്ര വരെ ഉണ്ട്. പിന്നെ ആ പേടിയൊക്കെ അങ്ങ് മാറ്റി വെക്കേണ്ടി വന്നു. ബ്രെഡ് ആൻഡ് ബട്ടറിൻ്റെ കാര്യം അതും അവങ്ങ് മാറ്റി വെച്ചു. പിന്നെ വരുന്നത് ഇൻസോമേനിയ, ഉറക്കമില്ലായ്മ, അംനേഷ്യ മാറ്റാൻ പറ്റും. അരമണിക്കൂറിൽ നിങ്ങൾ ഉറക്കമില്ലായ്മ ഞാൻ മാറ്റാം. മറ്റുള്ളവരുടെ കാര്യമില്ല പറഞ്ഞ് ഞാൻ മാറ്റിത്തരാം. അംനേഷ്യ, ഓർമ്മക്കുറവ്, അതാണ് ഈ കുട്ടികൾ വരുന്നത് മുഴുവൻ. പിന്നെ പ്രായമായവരുണ്ട്, 10-50 വയസ്സ്. അൽസ്മേഴ്സ് വരുന്നവർക്കല്ല, അത് അൽസ്മേഴ്സ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ടോപ്പ് ലെവലാണ്. അതിന് നമുക്ക് ഒന്നും ചെയ്യാനില്ല. ഞാൻ പറഞ്ഞത് അംനേഷ്യ എന്ന് പറയുന്നത് നിങ്ങളൊരു കാര്യം പഠിച്ചു, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ഓർമ്മ ഉണ്ടാവില്ല. പല കാരണങ്ങളെ കൊണ്ട് അതുണ്ടാവാം. ഒന്നുകിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പറ്റാം, മനസ്സിലായോ? അതല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കാത്തത് കൊണ്ട് പറ്റാം. നിങ്ങൾ പല പല ചിന്തകളിലാണ് നിങ്ങളൊരു പുസ്തകം വായിക്കുന്നുണ്ടെങ്കിൽ അതിലത്തെ ഒരു വരി പോലും നിങ്ങളുടെ തലയിൽ നിൽക്കില്ല, ഫിൽട്ടർ ചെയ്ത് പോവും എല്ലാം, മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങളെ കൊണ്ടുവരാം. പിന്നെ വരുന്ന ഫിയർ. ഇപ്പം എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ട്, ഇയാൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് കിടക്കില്ല, പേടിയാണ്. അത് പ്രേതങ്ങളും ഭൂതങ്ങളെ പേടി, വേറെ ഒന്നുമല്ല. അവിടെ പ്രേതമുണ്ട്, ഇവിടെ ഭൂതമുണ്ട്, ഈ വക ചിന്തകൾ, പേടി സ്വപ്നം കാണാം, ഇങ്ങനെയൊക്കെയുള്ളത്. പിന്നെ ഉള്ളത് ഈ ഉറക്കത്തിലെ നടത്തം, മനസ്സിലായോ? അത് പ്രായമായിട്ടുള്ളവരിലും ഉണ്ട്. 10-60 വയസ്സിന് മേലെയായിട്ട് ഇപ്പോഴും ഉറക്കത്തിൽ നടക്കുന്ന ആൾക്കാരുണ്ട്. സോമനാബുലിസം എന്നൊക്കെ നമ്മൾ വളരെ തമാശയോടെ പറയും. പക്ഷേ ഇറ്റ്സ് എ പ്രോബ്ലമാറ്റിക് കേസ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രാത്രി ഉറക്കത്തിൽ എനിക്ക് പോകുന്നത് എവിടേക്കാന്ന് ആർക്കറിയാം? പോയി കഥ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാലോ എന്ത് സംഭവിക്കാം, ഇല്ലേ? ഇന്നത്തെ കാലം അങ്ങനെയാണ്. അപ്പോൾ അത് നമുക്ക് മാറ്റിയെടുക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മാറ്റിയെടുക്കാം. നിങ്ങൾക്ക് വരുന്നത് പിന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതലാണ് ഓവർ തിങ്കിങ്, ആങ്സൈറ്റി, പിന്നെ ഡിപ്രഷൻ. അതൊരു ഫാഷനാണ്. ആരോട് ചോദിച്ചാലും ഡിപ്രഷനാ, അതൊരു ഫാഷനായി മാറിപ്പോ. അല്ലാണ്ട് അതൊരു അസുഖമൊന്നുമല്ല. ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനസികമായിട്ടൊരു പിരിമുറുക്കം, നിങ്ങൾ ചെയ്യുന്ന ജോലി അതിൽ നിങ്ങൾക്ക് പിരിമുറുക്കം ഉണ്ടാവും. അത് സ്വാഭാവികമാണത്, മനസ്സിലായോ? അതിനെ മുഴുവൻ നിങ്ങൾ ഡിപ്രഷനായിട്ട് തെറ്റിദ്ധരിച്ചുകൊണ്ട് നേരെ ഡോക്ടറെ അടുത്ത് പോയി ഡിപ്രഷനുള്ള മരുന്ന് കഴിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ വരുന്ന പ്രോബ്ലം എന്താണെങ്കിൽ നിങ്ങളുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം അങ്ങ് കൊളാപ്സ് ആവും. ഈ മരുന്നുകൾ, സൈക്കാട്രിക് മരുന്നുകളുടെ പ്രശ്നം അതാണ്. ഒന്നുകിൽ നിങ്ങളുടെ ബ്രെയിൻ കംപ്ലീറ്റ് ഡൗൺ ആക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം ഡൗൺ ആക്കും, മനസ്സിലായില്ലേ? അപ്പോൾ രണ്ടായാലും നിങ്ങൾക്ക് ദോഷമാണ്. അതാണ് സൈക്കാട്രിക് മരുന്നുകളുടെ പ്രശ്നം വരുന്നത്. അപ്പോൾ ഇത് മാറ്റിയെടുക്കാം നമുക്ക്. ഇങ്ങനെയൊക്കെയുള്ള
ചെറു ചെറു അസുഖങ്ങൾ ഒക്കെ നമുക്ക് മാറ്റാം. ചെറുത് എന്ന് പറയാൻ പറ്റില്ല, രോഗം എല്ലാം മാനസിക രോഗങ്ങളെല്ലാം മാനസിക രോഗം തന്നെയാണ്. അതിൽ ചെറുതും വലുതൊന്നുമില്ല. ഇപ്പൊ പേടി എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരു വ്യക്തിക്കും പഠിക്കാൻ ബുദ്ധിമുട്ടെന്ന് വരുന്ന വ്യക്തിക്കും ഇവർ രണ്ടുപേരും ഓരോ പ്രോബ്ലം അവരവർക്കേ അറിയുള്ളൂ, അതിന്റെ തീഷ്ണത എത്രയുണ്ടോ എന്നുള്ളത് അല്ലേ. അപ്പൊ എന്നെ സംബന്ധിച്ച് അവർ പറയുന്നതാണ് എനിക്ക് സിമ്പിളായിട്ട് തോന്നും, പക്ഷെ എനിക്കത് കാണിക്കാൻ പറ്റില്ല. കാരണം അവരുടെ ഫീലിങ്ങിനെയാണ് ഞാൻ വിലമതിക്കേണ്ടത്. അവരുടെ ഫീലിംഗ് ഭയങ്കരമായിരിക്കും. സാറേ ഉറങ്ങാൻ പറ്റുന്നില്ല, ഭയങ്കര പേടി സ്വപ്നങ്ങൾ കാണുന്നു. എത്രയോ പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളോട് ഇല്ലേ, എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. ഉണ്ട്. ഞാൻ അവസാനം മെഡിസിൻ ഒക്കെ കഴിച്ചിട്ടായിരുന്നു ഉറങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഞാൻ വേറൊരു കാര്യത്തില് ഡിപ്പെൻഡഡ് ആയിട്ടാണ് നെഗറ്റീവ് എനിക്ക് 1/2 മണിക്കൂറിന് മാറ്റി തരാം പറ്റും. അത്രേ ഉള്ളത്, സിമ്പിളാണ്. അതും നമുക്ക് ഇത് ഇങ്ങനെ തന്നെ NLP കൂടെ തന്നെ മാറ്റാം. മനസ്സിലായോ? NLP ഇഫക്റ്റീവ് അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റേതിലേക്ക് പോകട്ടു, ഹിപ്നോസിസിലേക്ക് പോകട്ടു. ഓക്കെ. അപ്പം അതും അങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം നമുക്ക് മാറ്റിയെടുക്കാം. എനിക്ക് ഈ പറഞ്ഞ എല്ലാ ടൈപ്പ് ആൾക്കാരും വരുന്നുണ്ട്. ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് എനിക്ക് എല്ലാ വെറൈറ്റി ആൾക്കാരും വരുന്നുണ്ട്. ഇനി ഇതൊന്നല്ല, പറയാൻ കൊള്ളാത്ത അസുഖമായിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട്. അതായത് അവർക്ക് ആരോടും ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത്രയും സീക്രട്ടായിട്ടാണ് എന്നോട് ഓരോ കാര്യങ്ങൾ പറയുന്നത്. അത് പറയണം എന്നുണ്ടെങ്കിൽ ഞാൻ അവരുമായിട്ട് എത്രയോ സമയം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് റാപ്പോ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ അവർ വായ തുറക്കൂ. മനസ്സിലായോ? ഇപ്പോൾ ഒരു ലേഡി വന്നു, അവരുടെ ഹസ്ബൻഡും അവരും തമ്മിലുള്ള പ്രോബ്ലമാണ്. അത് പല പല പ്രശ്നങ്ങൾ അതിൻ്റെ പുറകിലുണ്ടാവാം. അപ്പം അവർക്ക് അത് പറയാൻ ഭയങ്കര മടിയായിരിക്കും. സാറേ എനിക്ക് ഭയങ്കര വിട്ടുമാറാത്ത തലവേദന, ഇതാണ് ഇവർ പറയാ വന്നിട്ട്. പക്ഷെ അതിന്റെ പുറകിലേക്ക് നമ്മൾ പോകുമ്പോൾ പറയാൻ കൊള്ളാത്ത ഒരുപാട് സംഭവങ്ങൾ അതിന്റെ ബാക്കിലും ഉണ്ടായിട്ടുണ്ടാവും. മനസ്സിലായോ? അതവർ പറയില്ല, അതവർക്ക് പറയാൻ പറ്റില്ല. അവർക്ക് ആ മടി, നാണം ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ നമ്മളിങ്ങനെ ചൊരണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ സമയം ഒരുപാട് ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്ത് അവർക്ക് എൻ്റെ മേലൊരു വിശ്വാസം വരണം. അപ്പൊ ഞാൻ എപ്പോഴും ആ റൂമിലാണ് ഇത് നടത്തുന്നത്. അപ്പൊ ഞാൻ ഡോർ അടയ്ക്കും. ഞാൻ പറയും ഇവിടുന്ന് ഒരു വാക്ക് പുറത്തു പോവില്ല. അത് സത്യമാണ് ഞാൻ പറയുന്നത്. ഒരു വാക്ക് അതിന് പുറത്തു പോവില്ല. എൻ്റെ വൈഫിനോട് പോലും വന്ന പേഷ്യന്റിന് എന്താണ് പ്രശ്നം എന്ന് ഞാൻ പറയില്ല, പറയാൻ പാടില്ല. അതാണ് നമ്മുടെ എത്തിക്സ്. ഞാൻ പറയില്ല, എന്നോട് ചോദിക്കാറുമില്ല എന്തിനാ അവര് വന്നതെന്ന് ചോദിക്കില്ല. ഇനി ചില ഈ ശിങ്കാരികളുണ്ട്, അവര് പറഞ്ഞാൽ ചോദിക്കും എന്തിനായെങ്കിൽ അത് വന്നാണ് എന്ന് ചോദിക്കും. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ചോദിക്കില്ല, എന്നോട് പറയാൻ പറ്റില്ല നമുക്ക്. പിന്നെ പല കാര്യങ്ങളും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂല. ഒരു പ്രേതബാധ എനിക്ക് തന്നെ അറിയില്ല ഈ സാധനത്തിന് പ്രേതത്തിന് കൊണ്ടാ വന്നേന്നുള്ളത്. നമ്മളെ ഹിപ്നോസിസിൽ സാധാരണ നിലയ്ക്ക് കൊണ്ടുപോയി വരുമ്പോഴായിരിക്കും ഇത് പട്ടായതിന് ചാടി എണ്ണിക്കുക, ഒരെണ്ണം എനിക്ക് വെച്ച് തരും. തന്നിട്ടുണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ ഒറ്റട്ടി. അത് കഴിഞ്ഞ് കൂടെ ചിലപ്പോ ഈ പബ്ലിക്കായിട്ടുള്ള ക്ലാസ്സിലേക്ക് നടത്തുന്നുണ്ടെങ്കിൽ അപ്പുറത്തും ആൾക്കാരെ നിർത്തും. കാരണം ഇത് അടിയും ചവിട്ടൊക്കെ വരുന്ന അറിഞ്ഞുകൊണ്ട്. അത് നമുക്കറിയാം ബാധയാണെന്നുള്ളത്. എല്ലാവർക്കും മിക്കവാറും കിട്ടാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്ത് ക്ലാസ് എടുത്ത് അവിടെ വരെ കിട്ടി അടി. എനിക്കും കിട്ടി, കൂടെ നിൽക്കുന്നവർക്കും കിട്ടി, ഒക്കെ കിട്ടി. സന്തോഷമായി ഞങ്ങൾക്ക്, വളരെ സന്തോഷത്തോടെ വാങ്ങിച്ചു വെച്ചു. ഇനി പ്രേതം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 90% സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ്. പക്ഷെ ഒരു 10% ഉണ്ട് അൺഎക്സ്പ്ലെയിനബിൾ. എനിക്കെന്നല്ല ആർക്കും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. സ്വന്തം അനുഭവം തന്നെ പറയാം. അങ്ങനെ ഉണ്ട് എനിക്ക്. ഞാൻ നേരത്തെ ഒരു സ്ഥലത്ത് പറഞ്ഞിരുന്നു, ഞങ്ങൾ ഇടുക്കിയിലാണ് താമസിച്ചിരുന്നത്. അന്ന് എൻ്റെ ഫാദർ അവിടെ RTO ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയാണ്, ഞാൻ മാത്രമേ ഉള്ളൂ. അമ്മയും ബാക്കിയൊക്കെ എല്ലാവരും തൃശ്ശൂരാണ്. ഞാൻ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഒറ്റപ്പെട്ട ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വാർട്ടേഴ്സാണ്. അപ്പുറത്തുപുറത്തൊക്കെ ക്വാർട്ടേഴ്സിലുണ്ട്, ബട്ട് നോബഡി ഈസ് ദെയർ. എല്ലാം എംപ്റ്റി ആണ്. ഞങ്ങളുടെ ഇതിൽ മാത്രം ഞാനും എൻ്റെ ഫാദറും ഉണ്ട്. ആ ക്വാർട്ടേഴ്സിൽ ഒരാൾ തൂങ്ങി മരിച്ചിട്ടുള്ളത് ഞാനും എൻ്റെ ഫാദറും കണ്ടിട്ടുള്ളതാണ്. തൂങ്ങി മരിച്ചിട്ട് എടുത്തുകൊണ്ട് പോണത് ആ ബോഡി. ഓക്കെ. ഇതേ റൂമാണ് എൻ്റെ ഫാദർ കിടക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇയാൾ തൂങ്ങി മരിച്ചത് സെൻട്രലിലൊരു റൂമാണ്, വലിയ റൂമാണ്. അപ്പൊ എന്നോട് പറയും നീ ഇവിടെ കിടന്നാൽ ഇവിടെ പറയും എന്തിനാ അപ്പുറത്ത് പോയി കിടക്കണമെങ്കിൽ. വേറെ റൂമുകളൊക്കെ ഒരുപാടുണ്ടായില്ലേ. അപ്പൊ ഞാനും നോക്കുമ്പോൾ ശരി ഇവിടെ കിടക്കാം. അന്ന് എനിക്ക് പേടി എന്നൊന്നും സംഭവമില്ല കേട്ടോ. അത് അന്നുമില്ല ഇന്നുമില്ല. പേടിച്ചാൽ ഞങ്ങളുടെ ജോലി നടക്കില്ലല്ലോ. അപ്പൊ കിടന്നു. ഫാദർ ചില വെള്ളിയാഴ്ചയൊക്കെ ആകുമ്പോൾ ആള് വീട്ടിൽ പോരും, തൃശ്ശൂർക്ക് പോരും. അപ്പൊ ഞാൻ മാത്രമായിരിക്കും അവിടെ. എന്നോട് പോരാൻ പറയുമ്പോൾ ഞാൻ പോയിട്ടില്ല. എനിക്ക് ബോറ അവിടെ വന്നാൽ ഞാൻ വരില്ല അറിയും, ഞാൻ അവിടെ അറിയും. അങ്ങനെ നിൽക്കുന്ന പല ദിവസങ്ങളിലും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ പ്രാവശ്യം ഡോർമ മുട്ടി. ഞാൻ പോയി നോക്കി,
ഒന്നുമില്ല. ഇപ്പൊ ലൈറ്റൊക്കെ ഫുൾ ഇട്ട് വെച്ചിട്ടുണ്ട്, പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ആൾക്കാരാവുന്നോ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. ഡോർമ മുട്ടി ഞാൻ പോയി നോക്കി, കേൾക്കുന്നില്ല. ഒരു പ്രാവശ്യം ഞാൻ ഈ ഡോറിന്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്, ഈ മുട്ട് കേട്ടിട്ട്. ഒരു മനുഷ്യയില്ല പുറത്ത്, ലൈറ്റും ഉണ്ട്. ഡോർമ വീണ്ടും മുട്ടുന്നു, ഡോറ് ഭയങ്കര ശക്തിയിൽ ഇങ്ങനെ തളർന്നു. മനസ്സിലായോ? ഞാനിങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നാൽ എനിക്ക് യാതൊരു ഫീലിങ്ങും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, പേടിയൊന്നുമില്ല, ഒരു ഫീലിംഗ് ഒന്നുമില്ല. ഇതിങ്ങനെ കിടന്ന് ഭയങ്കരമായിട്ടുള്ളത്. അതൊക്കെ ഗ്ലാസിന്റെ ഡോറുകൾ അവിടെ മുഴുവൻ, മരത്തിന്റെ ഒന്നല്ല. അപ്പൊ നമുക്ക് പുറത്തേക്ക് വ്യക്തമായിട്ട് കാണാം, ഒന്നുമില്ല. അതിനൊരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോ പോയി. എന്താന്ന് ഞാൻ എന്ത് പറയും? പക്ഷെ അന്നത്തെ രാത്രി ഉറക്കം പോയി. പേടിച്ചിട്ടല്ല, പക്ഷെ ഇതെന്താണ് എന്നുള്ള ചിന്തയിൽ ഉറക്കം പോയി. പലയിടത്തും പല സ്ഥലത്തും എനിക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ വയനാട്ടിൽ ഫാദർ ഇതുപോലെ താമസിക്കുന്ന സമയത്ത് ഞാൻ സ്ഥിരമായിട്ട് അവിടെ പോകാറുണ്ട്, അച്ഛനെ കാണാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് പോവും. എനിക്ക് ബൈക്ക് ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ വയനാട്ടിലേക്ക് പോകുമ്പോൾ അത്രയും ദൂരം ബൈക്ക് ഓടിച്ചൂടെ, ഇവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് പോകുമ്പോൾ. അപ്പോൾ പോവും. എല്ലാ ആഴ്ചയിലും എനിക്ക് അച്ഛനെ കാണണം, ഭയങ്കര ഇഷ്ടം. എനിക്ക് അച്ഛനെ കണ്ടേ പറ്റുള്ളൂ. പോണത് വണ്ടി ഓടിക്കാനുള്ള ഇഷ്ടം കൊണ്ടാ. അന്ന് ഇതുപോലെ ട്രാഫിക് ഒന്നുമില്ല, ഇത്രയധികം ആൾക്കാരൊന്നും റോഡിലുണ്ടാവില്ല. അതുകൊണ്ട് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. ഇത്തിരി സ്പീഡ് കൂടുതലായിരുന്നു. അപ്പോൾ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇതേപോലെ താമസിക്കുമ്പോൾ ഈ ചുരം കേട്ടിട്ടില്ല, വയനാട് ചുരം. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഹൈ റേഞ്ചിൽ ഇങ്ങനെ നോക്കിയിരിക്കാനായിട്ട്. താഴേക്ക് ചുമ്മാ ആരും ഉണ്ടാവില്ല എൻ്റെ കൂടെ, ഒറ്റയ്ക്കാണ് ഞാൻ ഇരിക്കാറുണ്ട് അവിടെ. അങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ലേഡി, ഇത്തിരി പ്രായം തോന്നിക്കും, അധികം പ്രായമൊന്നുമില്ല, ഒരു 10-50 വയസ്സൊക്കെ തോന്നിക്കുന്ന ഒരു ലേഡി വന്നിട്ട് എന്നോട് ചോദിച്ചു, മോൻ ഇവിടെ ഇരിക്കുന്നത് തെറ്റാണ് പറഞ്ഞു. ഞാൻ നോക്കി വരും, ഞാൻ എന്നും വന്നിരിക്കുന്നത് മിക്കവാറൊക്കെ ഞാൻ പോയിരിക്കും അവിടെ ഈവനിങ് ടൈമിൽ, മഴയില്ലെങ്കിൽ. എന്താ പ്രശ്നം ചോദിച്ചു. അപ്പോൾ അന്ന് ഇത്തിരി ഗുണ്ടായസം കയ്യിലുള്ള സമയമാണ്. എന്താ പ്രശ്നം ഇപ്പോൾ ചോദിച്ചു. മോൻ ഇവിടെ ഇരിക്കാൻ പാടില്ല. വോയിസ് മാറിയാ പറയുന്നത്. ഇപ്പം എന്തപ്പം അമ്മയുടെ പ്രശ്നം? ഞാനിവിടെ ഇരിക്കുന്നുണ്ട്, എനിക്കിത് കാണാൻ ഭയങ്കര ഇഷ്ടം, ഞാൻ ദിവസം വന്നിരിക്കാറുണ്ട്. ഇവിടെ ഇരുന്നാൽ പ്രശ്നമാണ്. അത് വയനാട്ടുകാരുടെ ഭാഷയല്ല, കോഴിക്കോട് വയനാട്ടുകാരുടെ ഭാഷ വേറെയാണ്. ഇവിടെ ഇരുന്നാൽ പ്രശ്നമാണ്. നിന്നെ ഞാനിപ്പോ തള്ളിയിട്ടാ നീ എന്ത് ചെയ്യും ചോദിച്ചു. എന്നോട് ചോദിച്ച ചോദ്യ. അത് കേട്ടപ്പോ എന്റെ കാലിന്റെ അടിയിൽ നിന്ന് പറയൽ വരാൻ തുടങ്ങി. കാരണം ഞാൻ ഇരിക്കുന്ന അങ്ങനത്തെ ഒരു സ്ഥലത്താ. ഞാൻ എന്നെ എന്തിനു തള്ളിയിടുന്നത്? എനിക്ക് നീ ഇവിടെ ഇരിക്കുന്നത് ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. എനിക്ക് എന്നെ എണിപ്പിച്ചു വിട്ടു. പക്ഷെ അങ്ങനെ ഒരു വ്യക്തി ആ ഭാഗത്തില്ല, വരാൻ സാധ്യതയുമില്ല. കാരണം ചുരമാണ്, ഈ ഹെയർ പിൻ വളവുകളാണ്. അവിടെ എൻ്റെ ഏറ്റവും ടോപ്പിലൊരു സ്ഥലത്താണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തൊന്നും മൈലുകൾ കണക്കിന് പോലും വീടുകളില്ല. എവിടുന്ന് ഇവർ വന്നു, എന്തിനാ എന്നോട് ഇങ്ങനെ പറഞ്ഞു എനിക്കറിയില്ല. പിന്നീട് ഞാൻ പല ഫ്രണ്ട്സിനോടൊക്കെ ആയിട്ട് ഇങ്ങനെ ചോദിച്ചൊക്കെ വന്നപ്പോൾ ഇവിടെ ഒരുപാട് പേര് ചാടി ആത്മഹത്യ ചെയ്തിട്ടുള്ള സ്ഥലം. മനസ്സിലായോ? അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട് എനിക്ക്. പിന്നെ ബാധകൾ കൂടിയിട്ടുള്ളവർ ഇവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളവരുണ്ട്. നിഷ്പ്രയാസം. ബാധ സൈക്കോളജിക്കൽ ഇഷ്യൂ ആണെങ്കിലും മറ്റേ ഇഷ്യൂ ആണെങ്കിലും രണ്ടാണെങ്കിലും എനിക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ പറയത്തക്കൊന്നുമില്ല. മിക്കവാറും ഞാൻ പറഞ്ഞല്ലോ, ഈ 90% എൻ്റെ അടുത്ത് പറഞ്ഞത് സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ്. സൈക്കോളജിക്കൽ ഇഷ്യൂ ആണെങ്കിലും കൂടിയിട്ട് അത് മാറ്റാനായിട്ട് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരും. പക്ഷെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് ഇതുവരെയ്ക്ക്. ഈ 10% ബാക്കി പറഞ്ഞാലാണ് പണി മുഴുവൻ വരുന്നത്. അത് കുറച്ച് കട്ടിയുള്ള ജോലിയൊക്കെ ആയിരിക്കും. അത് ചിലപ്പോൾ ഒരു ഇതുകൊണ്ടോ, ഇപ്പോൾ എൻ്റെ അടുത്ത് പത്തനംതിട്ട എന്താ റാന്നി കോന്നി ആ ഭാഗത്ത് എവിടെ നിന്ന് അങ്ങോട്ട് ഒരു ആള് ട്രിവാൻഡ്രത്ത് വന്നിരുന്നു. അയാൾ പറഞ്ഞു സർപ്പച്ചുറ്റ് എന്ന് പറയുന്നൊരു സംഭവം ഇയാൾക്ക് ബാധയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇയാളുടെ ശരീരത്തിന് ചുറ്റും അതിൻ്റെ ഉള്ളിൽ ഇയാൾക്ക് ഫീൽ ചെയ്യുന്നത് ഇയാളുടെ ഇതിന് മുഴുവനും ചുറ്റിയിട്ട് ഇയാളുടെ കഴുത്തിൽ അതിൻ്റെ തല എങ്ങനെ പൊക്കി നിൽക്കുകയാണ്. ഇതാണ് ഇയാളുടെ ഫീലിംഗ്. ഞാൻ കുറേ ശ്രമിച്ചു നോക്കി, പോകുന്നില്ല. ഹിപ്നോസിസ് നോക്കി, നടക്കുന്നില്ല. എൻ്റേതായിട്ടുള്ള രീതികൾ വേറെ കുറേ ഉണ്ട്, സൈക്കിക്കും മറ്റുള്ള മന്ത്രങ്ങളും അതൊക്കെ നോക്കി, ഒരു രക്ഷയില്ല. ഇയാൾ അപ്പോഴും പറയുന്നത് തല പൊക്കി തന്നെയാണ്, അനങ്ങുന്നില്ല. ആ ചുറ്റൊന്ന് അഴിക്കാമെന്ന് കേട്ടിട്ട് പോലും നടന്നില്ല. അപ്പൊ അതിനെ എനിക്ക് വെറും സൈക്കോളജിക്കൽ എന്ന് മാത്രം പറയാൻ പറ്റുന്നില്ല. കാരണം എന്താണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഹിപ്നോസിസിൽ അത് പോയേനെ.
പക്ഷെ പോയില്ല. വേറെ സൈക്കിക്കിൽ കൂടെ ആണെങ്കിലും അത് മാറിപ്പോകേണ്ടതായിരുന്നു, അതും പോകുന്നില്ല. മന്ത്രത്തിൽ കൂടെ കുറെ ചൊല്ലി നോക്കി, അതിലും പോകുന്നില്ല. അവസാനം ഞാൻ കൈ ഒഴിയേണ്ടി വന്നു. അതെനിക്കൊരു പിന്നെ ഫോളോ അപ്പ് ചെയ്തോ, മാറിയോ ഇല്ലെന്നൊക്കെ അത് മാറില്ല, പെട്ടെന്ന് അത് മാറില്ല. എന്തെങ്കിലും ദോഷമൊക്കെ ഇല്ലേ? അത് ഇവരുടെയൊക്കെ പരമ്പരയായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള ദോഷങ്ങളാണ് അത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കാട് വെട്ടിത്തെളിച്ചിട്ടുള്ള ഒരാളുടെ കാര്യം പറഞ്ഞില്ലേ, ആ ടീമാണ്. അപ്പോൾ രക്ഷയില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് പിന്നെ അങ്ങനെ ഫെയിലിയർ ആവുന്ന കേസുകളൊന്നും വന്നിട്ടില്ല. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ബാധ പിടിച്ചിട്ട് വരുമ്പോൾ ഇവിടെ വരുമ്പോ വളരെ നോർമലായിരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് ഇവരുടെ സ്വഭാവം കാണിക്കുക. അത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവരുടെ കണ്ണൊക്കെ മാറും. അത് കാണുമ്പോൾ നമുക്കറിയാം പ്രശ്നമായെന്നുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവരുടെ പുറകിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെയുള്ള ഒരുപാട് കേസുകളുണ്ട്. തൂങ്ങിച്ചാത്ത ഒരു വീട്ടിൽ ഒരു കുട്ടി ട്യൂഷൻ ഇരിക്കുകയായിരുന്നു. അവിടെ കുറേ കുട്ടികളുണ്ട് ട്യൂഷൻ ഇരിക്കുന്നത്. പെട്ടെന്ന് കറണ്ട് പോയി, രാത്രി 7 മണിയായിരുന്നു. പെട്ടെന്ന് ലൈറ്റ് അങ്ങ് ഓഫായി. എന്തോ ഒരു പ്രകാശം ഈ കുട്ടിയുടെ നെറ്റിയിൽ വന്നടിച്ചു. അത്രയേ കുട്ടിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ വലുതായി കഴിഞ്ഞ് ഇപ്പോൾ ഒരു 10-30 വയസ്സ് പ്രായമുണ്ട്. ഇപ്പോഴും തലയൊക്കെ ചുമരും, മടിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് വന്നു. ഇത് നോക്കിയപ്പോൾ തൂങ്ങി മരിച്ച ഒരാളുടെ ആത്മാവാണ്. അപ്പോൾ അതിനെ എടുത്ത് മാറ്റി ഓക്കെ, ഇപ്പോൾ അത് നോർമലാണ്. ബാക്കി ഇങ്ങനെ വരുന്ന കേസുകളൊക്കെ ഒരുമാതിരിയിലെല്ലാം ഞാൻ സക്സസ്ഫുൾ ആണ്. പിന്നെ ഒരു പാർട്ടി ഇതുപോലെ വന്നു, 2 കാലികൂടെയും അയാളെ പാമ്പ് കയറാണ്. ഈ പെരുമ്പാമ്പിന്റെ പ്രശ്നം ആണ് അയാൾ പറഞ്ഞത്. മറ്റത് വലിയ പാമ്പായിരുന്നു. ഇത് പെരുമ്പാമ്പ് കയറി ഹാർട്ടിന്റെ ഭാഗത്ത് വന്ന് നിൽക്കുകയാണ്. അത് ഞാൻ കുറേ ശ്രമിച്ചു, പോകുന്നില്ല. അത് തോന്നലാണ്. അയാളൊന്ന് ആ പാമ്പ് എന്നുള്ള സംഗതി ഇവരൊന്ന് റിലാക്സ് ചെയ്ത് നമ്മളായിട്ട് കോപ്പറേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ എനിക്ക് എടുത്ത് കളയാൻ പറ്റും. പക്ഷെ ഇവര് റിലാക്സ് ആവില്ല. കാരണം ഒന്നുകിൽ ഇവര് മനസ്സിൽ ഉറപ്പിച്ചിട്ടാ വരുന്നത്, ഈ പോവില്ല, ഇതെന്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ചിന്തയിൽ വരുന്നവരാണ്. അവിടെ നമ്മൾ എന്ത് സൈക്കോളജി ഉപയോഗിച്ചിട്ടും കാര്യമില്ല, മാറില്ല. അത് മനസ്സിലായോ? അതാണ് ഇവരുടെ പ്രശ്നം. അതല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് എടുത്ത് കളയാൻ പറ്റും. ഞാൻ ഫ്ലോപ്പായി എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ ഞാൻ ഫ്ലോപ്പായിട്ടില്ല. കാരണം ഇവര് കോപ്പറേറ്റ് ചെയ്യാഞ്ഞിട്ടാണ്. ഇപ്പൊ ഹിപ്നോസിസ് എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് നിങ്ങൾ വരിക എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 100% കോപ്പറേഷൻ എനിക്ക് ആവശ്യമാണ്. നിങ്ങളുടെ സമ്മതം വേണം, നിങ്ങളുടെ കോപ്പറേഷൻ വേണം. അതല്ലെങ്കിൽ എനിക്ക് നിങ്ങൾ ഹിപ്നോസിസ് ചെയ്യാൻ പറ്റില്ല, ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാൻ സമയം കിട്ടില്ല. ഫുൾ ടൈം അവിടെ ആയിരിക്കും, അല്ലെ? ഈ കള്ളന്മാരും കൊള്ളക്കാരെയും മുഴുവൻ ഹിപ്നോട്ടൈസ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങൾ മുഴുവൻ എടുത്തൂടെ? ഇത് പറ്റില്ല. നിങ്ങൾ സമ്മതിക്കണം. നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ വിതിൻ സെക്കൻഡ്സ് എനിക്ക് നിങ്ങൾ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ പറ്റില്ല. നിങ്ങൾ സഹകരിക്കുകയും വേണം. അപ്പൊ ഞാൻ നിങ്ങളോട് എൻ്റെ കണ്ണിലേക്ക് നോക്കുന്നതിന് മുമ്പ് നോക്കിയിട്ടുണ്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നടക്കില്ല, ഹിപ്നോസിസ് നടക്കില്ല. മനസ്സിലായോ? പൂർണ്ണമായിട്ടും നിങ്ങളുടെ സമ്മതം എനിക്ക് ആവശ്യമാണ്. ഇപ്പൊ പല ആൾക്കാർക്ക് തെറ്റിദ്ധാരണയാണ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ രഹസ്യങ്ങൾ മുഴുവൻ ഊറ്റിയെടുക്കുമോ അവരുടെ ഉള്ളിൽ നിന്ന്. എന്ത് രഹസ്യം എനിക്ക് അറിയേണ്ടതെന്നേ? എനിക്ക് അങ്ങനെ രഹസ്യങ്ങൾ അറിഞ്ഞിട്ട് എനിക്ക് ഒന്നും ചെയ്യാനില്ലല്ലോ. നിങ്ങൾ വരുന്നത് നിങ്ങളുടെ ആവശ്യം നടക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ വരുന്നത്. എനിക്ക് ആവശ്യം നിങ്ങളെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതല്ല നിങ്ങളുടെ രഹസ്യങ്ങൾ അറിയേണ്ടതൊന്നും എൻ്റെ ഒരു ഇതിൽ പെടുന്നില്ല. ഞാനത് നോക്കുന്നുമില്ല. പക്ഷെ ആൾക്കാർക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്, അടിമയാക്കും. ഒരു കമന്റ് എഴുതി വെച്ചിരിക്കുകയാണ്. ഞാൻ ഏതോ ഒരു ചാനലിൽ ഞാൻ വായിച്ചു, ഇയാളുടെ അടുത്ത് പോരുത്, ഇയാൾ അടിമയാക്കി വെക്കുന്നു. അടിമ ഇവിടെ അടുക്കള പണിക്ക് ഒരു മനുഷ്യന് കിട്ടാനില്ല, എൻ്റെ ഭാര്യ അടുക്കള പണി ചെയ്യണത്. ആഴ്ചയിൽ ഒരു സമയം ഒരു പെണ്ണ് വരുന്നത്. അടിമകളെ കിട്ടാൻ ഇതൊക്കെ ആൾക്കാരുടെ അന്ധവിശ്വാസമാണ്. അത് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ പൊതുവെയും ഉള്ള ഒരു അന്ധവിശ്വാസമാണ് ഹിപ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൾക്കാരെ അടിമകളാക്കുക ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടേ, അതാണ് ഈ ആൾക്കാരുടെ മനസ്സിൽ കിടക്കുന്നത്. അപ്പോൾ ആൾക്കാരെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചു കഴിയുമ്പോഴേക്കും അവർ മയങ്ങി വീണു. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യിക്കുക. ഒരു കുന്തം ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്താവശ്യപ്പെട്ടാലും നിങ്ങൾ ചെയ്യണമെന്നില്ല. നിങ്ങളുടെ മനസ്സിനെ റിജക്ട് ചെയ്യാൻ പറ്റും. വളരെ സുഖമായിട്ട് നിങ്ങൾക്ക് റിജക്ട് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ചെയ്യില്ല എന്ന് നിങ്ങൾ മനസ്സിൽ. ഇപ്പൊ ഞാൻ എത്ര നിങ്ങളെ ഇഗ്നോട്ട് ചെയ്തിട്ട് ഞാൻ പറയണം അങ്ങനെ പോയി കുത്തിക്കൊല്ലുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യില്ല. മനസ്സിലായോ? നിങ്ങളുടെ മനസ്സിലാളോട് ദേഷ്യം കിടപ്പുണ്ട്, അയാളെ കൊല്ലണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കൊല്ലും, അല്ലെങ്കിൽ നിങ്ങൾ കൊല്ലില്ല. അത് റിജക്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. മനസ്സിലായോ? അതുപോലെ കണ്ണടച്ച കിടക്കുന്നത്
ലേഡീസ് ഒക്കെ എൻ്റെ മുമ്പിൽ വരുന്നത്. ഇവർക്ക് ഇവരുടെ ചിന്തയിൽ ഇപ്പം ഞാൻ വേറെ എന്തെങ്കിലും ഇത് ചെയ്താലോ എന്നൊക്കെ ചിന്തിക്കാൻ വേണമെങ്കിൽ, പക്ഷെ നിങ്ങളുടെ കയ്യുമ്മേ കാലുമ്മേ എൻ്റെ വിരൽ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അപ്പറിയും. ആക്ച്വലി ഈ ഹിപ്നോസിസില് നിങ്ങളുടെ കണ്ണടഞ്ഞിരിക്കുന്നു എന്നല്ലാതെ ബാക്കി ഇന്ദ്രിയങ്ങളെല്ലാം കൂടുതൽ ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാണ്. മനസ്സിലായോ? ഞാൻ പറയുന്നത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ കേൾക്കും. നിങ്ങൾക്ക് മനസ്സിൽ നിങ്ങൾ വിചാരിക്കും ഇപ്പം പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടല്ലോ, ഞാൻ ഹിപ്നോസിസിലൊന്നും അല്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ നിങ്ങൾ ഹിപ്നോസിസിലാണ്. കാരണം നിങ്ങൾ ഹിപ്നോസിസിൽ അല്ലെങ്കിൽ നിങ്ങൾ കണ്ണോർക്കില്ലേ? ഒരു മനുഷ്യന് എത്ര നേരം കണ്ണടച്ചിരിക്കാൻ പറ്റും? കണ്ണോർക്കില്ലേ? നമുക്ക് കുറെ വർഷത്തിന് മുമ്പുള്ള ഒരു ഇൻസിഡന്റ് കറക്റ്റ് ആയിട്ട് ഈ സിനിമയിലേക്ക് കാണത്തില്ലേ, അന്നത്തെ ദിവസത്തെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഓർമ്മിപ്പിച്ച് പറയിപ്പിക്കുക. ദിവസവും സമയം ഒപ്പിക്കാൻ പറഞ്ഞുതരാം. അതൊക്കെ പറ്റും. അപ്പൊ നമ്മുടെ മനസ്സിൽ ഓക്കെ എനിക്ക് പറയാൻ സൗകര്യമില്ല എന്നുള്ളൊരു തോട്ടിലാണ് ഞാൻ കിടക്കുന്നെങ്കിൽ ഞാൻ പറയട്ടെ, അതിനെ ഞാൻ പൊളിച്ചെടുക്കും. മാഡം ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്. ഒരുപാട് ഇതിനെക്കുറിച്ച് ഞാൻ ഡീപ്പായിട്ട് പഠിച്ചതുമാണ്. അതുകൊണ്ട് ഞാൻ പറയാണ്, എനിക്ക് അങ്ങനെ ആരെന്ത് വിചാരിച്ചാലും എനിക്ക് അതിൻ്റെ ഉള്ളിൽ കയറി പിടിച്ചെടുക്കാൻ പറ്റും. ബോധ മനസ്സോടുകൂടി നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ അങ്ങനെ വിചാരിക്കുകയാണ് ഞാനൊന്നും പറയില്ല. ഇപ്പൊ ഈ പാമ്പ് ചുറ്റിന്റെ കേസൊക്കെ പറഞ്ഞില്ലേ, ഇവരൊക്കെ നമ്മൾ മനസ്സിൽ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഞാൻ പോവില്ല പറഞ്ഞിട്ട് കടിച്ചു പിടിച്ചിരിക്കുകയാണ്. അവർ ഹിപ്നോസിസിൽ പോയില്ല. പക്ഷെ ഹിപ്നോസിസിൽ ഒരിക്കൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയുന്നത് ഞാൻ എനിക്ക് നിങ്ങളെ കൊണ്ട് അനുസരിപ്പിക്കാൻ പറ്റും. അത് പറയിപ്പിക്കാൻ പറ്റും. അനുസരിപ്പിക്കാൻ ചെന്നെങ്കിൽ ഞാൻ പറഞ്ഞ ഒരാളെ പോയി കുത്തിക്കൊല്ലുമെന്ന് പറഞ്ഞാൽ ചെയ്യുക, അങ്ങനത്തെ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. അതൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഇവിടെ തൊടാൻ എനിക്ക് അതൊന്നും പറ്റില്ല. മനസ്സിലായോ? നിങ്ങളുടെ വിരലുമ്പോൾ ഞാൻ എന്റെ വിരൽ തൊട്ടാൽ മതി, നിങ്ങളറിയും. അതിന് നമ്മൾ എന്താണെങ്കിൽ നമ്മൾ ഹിപ്നോസിസിൽ കൊണ്ടുവന്നുമ്പോൾ അവരോട് ആദ്യമേ പറയും, ഞാൻ നെറ്റിയിൽ കൈ വെച്ചോട്ടെ, കയ്യുമ്മ തൊട്ടോട്ടെ, കാലുമ്മ തൊട്ടോട്ടെ, ഇതെല്ലാം ചോദിച്ച് അനുവാദം വാങ്ങിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ തൊട്ടോട്ടെ, ഞാനിവിടെ തൊട്ടോട്ടെ, ഞാനിവിടെ തൊട്ടോട്ടെ. ഇതാണ് ഹിപ്നോട്ടിക് ടച്ച്. നിങ്ങൾ എന്തെങ്കിലും വേണ്ട പറഞ്ഞോ? ഞാൻ എല്ലായിടത്തും തൊട്ടില്ലേ? ഇതന്നെ.